Hello everyone, I'm Smita Vinod and I'm here today with our series Vibe with the Leaders. And we have with us a very special guest. She is a woman entrepreneur, a business leader, a person who has touched the life of many young women here in the UAE. And I think she has also touched the lives of many women all across the world. We are really honored to have her here today. This Vibe with the Leader is organized by Media Vibes along with Media Waves and Me to Connect. നമസ്കാരം. താങ്ക് യു സ്മിത. പറയൂ ചേച്ചി, ഇവിടെ UAE വന്നിട്ട് എത്ര കൊല്ലായി? ഇത് 21ാമത്തെ വർഷം. 21ാമത്തെ വർഷം. ഓക്കെ, ഞാനും 21 കൊല്ലായി ഇവിടെ വന്നിട്ട്. അതെ, 2005 ആണോ? 2005. അത് ശരി. ഓക്കെ, അപ്പം ചേച്ചി നാട്ടില്? തിരുവനന്തപുരം. ഇവിടെ ഇപ്പം ഈ സുരയ്യ ആർട്ടിസ്ട്രി എന്നും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര കൊല്ലായി? സുരയ്യാസ് ആർട്ടിസ്ട്രി ഓൾമോസ്റ്റ് 21 തന്നെ ആയിട്ടുണ്ട്. പക്ഷെ ആദ്യം ഞാനത് തുടങ്ങുന്നത് ഒരു ടൈലറിങ് ഷോപ്പായിട്ടാണ്. അത് ശരി. ഫസ്റ്റ് ഞാൻ UAE വരുന്നതും വന്ന് ഒരു ഷോപ്പ് എടുത്തിട്ട് അതായിരുന്നു ടൈലറിങ് ഷോപ്പ് എന്നുള്ള പേരിൽ. അതും ലേഡീസിന് സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, അവർക്ക് ഇട്ട് നോക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള റൂമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഇഫക്റ്റിലാണ് ഞാനത് തുടങ്ങിയത്. പക്ഷെ ആ സമയത്തും സുരയ്യാസ് ആർട്ടിസ്ട്രി ഇങ്ങനെ ടീച്ചിങ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിന്റെ തിരക്കൊക്കെ കുറച്ച് കൂടി വന്നപ്പോൾ എനിക്കും ഇഷ്ടം ടീച്ചിങ് മേഖലയാണ്. എനിക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ. ചേച്ചിയോട് സംസാരിച്ചാൽ എനിക്ക് മനസ്സിലായി, ഈ വുമൻ ലീഡർ ഓൺടർപ്രൂണർ എന്ന് പറഞ്ഞതിനെക്കാട്ടും ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് അതൊരു സന്തോഷമായിരിക്കും അല്ലേ? അല്ല, അത് ഞാൻ പഠിപ്പിക്കുന്നത് ശരിക്കും ഞാൻ പറയാറുണ്ട്, സുരയ്യാസ് ആർട്ടിസ്ട്രി എൻ്റെ ജീവനാണ്, ജീവിതമാണ്, ശ്വാസമാണ്. ആ വേർഡ്സിൽ തന്നെ എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതെ, അപ്പോൾ അത്രയും പാഷനാണ് എനിക്ക് ഇതൊരു കൊണ്ടുപോകുക എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കുട്ടികൾ എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ ഓരോ സ്റ്റുഡൻറ്റിനെയും അഡ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ചേച്ചി ഇത് ഈ ഒരു തോട്ട് മനസ്സിൽ വന്നത്? ഇങ്ങനെ ഒരു ആർട്ടിസ്ട്രി സ്റ്റാർട്ട് ചെയ്യണം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, സർട്ടിഫിക്കേഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെ എങ്ങനെയാണ്? ഓരോന്നും പടിപടിയായിട്ട് വന്നിട്ടുള്ളതാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് എൻ്റെ ബ്ലഡിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ബിസിനസ്സുകാരാണ്. എൻ്റെ അച്ഛൻ തിരുവനന്തപുരത്ത് വളരെ വളരെ അറിയപ്പെടുന്ന ടെക്സ്റ്റൈൽ ഫാമുകളുടെ ഉടമയായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പോൾ അച്ഛൻ ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസൊക്കെ കൂടെ നിന്ന് മടക്കി കൊടുക്കുക, പിടിച്ചു കൊടുക്കുക, അങ്ങനെ കുറേ ജോബ് കുഞ്ഞുനാൾ മുതൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തുണികളോട് വളരെ വലിയ ഒരു പ്രിയം തോന്നിയിരുന്നു. പിന്നീട് അത് പിൽക്കാലത്ത് കല്യാണം കഴിയുന്നതും ഒക്കെ കുറച്ച് ചെറിയ പ്രായത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ആ ഒരു ഇൻസ്പിറേഷൻ പോലെ തന്നെയാണ് അമ്മായിയമ്മയുടെ ഇൻസ്പിറേഷനും. എന്തെങ്കിലും ചെയ്തോളൂ എന്നുള്ള ഒരു ഇത്. അങ്ങനെ അവിടെ നിന്നാണ് ആ തുടക്കം. ഫാമിലിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ആ തുടക്കം ഇതല്ലാതെ മറ്റൊന്നും തുടങ്ങാൻ എനിക്ക് അറിയില്ല. തുണികള്, ഫാഷൻ, കളറ്, അതൊക്കെയാണ് എൻ്റെ ലോകം. അപ്പോൾ അത് തന്നെയേ തുടങ്ങാൻ എനിക്ക് നിവർത്തിയുള്ളൂ. അപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്ന ആ സമയത്ത് തന്നെ എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു. കടകളിൽ പോയി നിൽക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നിലധികം കടകൾ ഉണ്ടായിരുന്നു. 3 കടകളൊക്കെ അറ്റ് എ ടൈമിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ട്രിവാൻഡ്രത്തിൽ തന്നെ? എല്ലാം ട്രിവാൻഡ്രം. അപ്പൊ അത് ജെൻസിന് വേറെ ഹീറോ ടെക്സ് എന്ന പേരിൽ, സുമയ്യ ടെക്സ്റ്റൈല്, സുരയ്യ എൻ്റെ പേരിൽ തന്നെ സുരയ്യ ടെക്സ്റ്റൈല്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്ടം അതിൽ കൂടിയാണ് വന്നത്. ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻസിനെ ഓർക്കണോ ചേച്ചി? തീർച്ചയായിട്ടും. അവരിപ്പോ എന്ത് ചെയ്യണു? അവരൊക്കെ ഇപ്പോ ശരിക്കും എല്ലാവരും പഠിക്കുന്നത്, ഞാൻ ടൈലറിംഗ് ഷോപ്പ് തുടങ്ങുന്ന ആ ടൈമില് ടൈലറിങ്ങിനായിട്ട് വരുന്ന ക്ലയൻസ് അവര് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്, ടീച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ ഞങ്ങളെയും പഠിപ്പിച്ചു കൂടെ എന്ന് ചോദിക്കുകയായിരുന്നു. അതായിരുന്നു ഇവിടത്തെ തുടക്കം. നാട്ടിലും ഓൾമോസ്റ്റ് ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് പുറമെ ആർട്ടും ക്രാഫ്റ്റും വരകളും എൻ്റെ ലോകമാണ്. ഇഷ്ടം പോലെ വരയ്ക്കും. അപ്പം ഡിസൈനിങ്ങും എല്ലാം ഉണ്ട്. പെയിന്റിങ്ങും മ്യൂറൽ എന്നൊക്കെ പറയുന്നത് ഒരു ട്രഡീഷണൽ വർക്ക് ആണല്ലോ. അപ്പോൾ ആ ട്രഡീഷണൽ വർക്കും ഓയിൽ പെയിന്റ് എല്ലാം അതിനും ക്ലാസ്സസ് ധാരാളം എടുത്തിട്ടുണ്ട്. ഇപ്പോ ഒത്തിരി സ്റ്റുഡൻസ് മ്യൂറൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇപ്പം ഈ സുരയ്യ ആർട്ടിസ്ട്രി തുടങ്ങണ ആ സമയത്ത് ചേച്ചി പ്രതീക്ഷിച്ചു ഇത്രയും സ്റ്റുഡൻസ് ആവും, ഇത്രയും ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, ഇത്രയും വുമൻ ഓൺടർപ്രണേഴ്സിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇല്ല, തുടങ്ങുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇത്ര
ഇത്രയും കിട്ടും, ഇത്രയും റീച്ച് ഉണ്ടാവും എന്നുള്ളതില്ല. പക്ഷെ നാട്ടിൽ നിന്ന് തുടക്കം, അതായത് 35 വർഷത്തിന് മുകളിലായി ഞാൻ ഈ ഒരു സെയിം ഫീൽഡിൽ വന്നിട്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ പഠിപ്പിക്കുന്നത് 100% എന്നുള്ള ഒരു ഇതെനിക്കുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പഠിപ്പിക്കുന്നതിൽ യാതൊരു കള്ളവും ചേർക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള ആ ഒരു തീരുമാനമായിരുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത് എന്താണ് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വെറും ഒരു സൂചിയും നൂലും ഉള്ള കളിയല്ല, ഒരുപാട് അതിലുണ്ട്. ഇത് പഠിച്ചാൽ തീരാത്തത്ര കടൽ പോലെ കിടക്കുന്ന ഒരു മേഖലയാണ് ഫാഷൻ ഡിസൈനിങ്. പക്ഷെ നമുക്കിപ്പോൾ അതെല്ലാം അറിയണം എന്നൊന്നുമില്ല. ഒരു 6 മന്ത് കോഴ്സ് എടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും. അത് ശരി. ഓക്കെ ഓക്കെ. എങ്ങനെയാന്ന് ഈ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടമ്മമാരൊക്കെ ഒരുപാട് വരുന്നുണ്ടാവില്ല, അവരുടെ എല്ലാം കോൺഫിഡൻസ് എങ്ങനെയാന്ന് ചേച്ചി ബിൽഡ് ചെയ്തെടുക്കുന്നത്? എൻ്റെ പിള്ളേരെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ല, എല്ലാം നമ്മൾ ഒരു ഏജ് കാറ്റഗറി വെച്ചിട്ടുള്ളത് 15 ഇയേഴ്സ് ആണ്, 15, അതായത് 10ാം ക്ലാസ് തൊട്ട്. അതൊരു മെഷീനറി കൂടി ഉള്ളത് കൊണ്ട്, ഒരു മെഷീൻ റിലേറ്റഡ് കാര്യം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഏജ് വെച്ചിട്ടുള്ളത്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ +2 ഉള്ള കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് ഫാഷൻ ഡിസൈനിങ് എന്ന സ്വപ്നമായിട്ടും വരാറുണ്ട്. ഇവിടെ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെയുള്ള കോഴ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 6 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഓരോ വിദ്യാർത്ഥിനിക്കും ഓരോ ആശയങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. എനിക്ക് എൻ്റേത് മാത്രം അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ വീട്ടുകാരുടെ മാത്രം മതി എന്നുണ്ടെങ്കിൽ വെറും 6 മന്ത് പഠിച്ചാൽ മതി. അതല്ല, ഇനി ഒരു ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, എനിക്കിതൊരു ബിസിനസ് ആക്കണം, എനിക്ക് ഏണിങ് മണി വേണം എന്ന് തോന്നുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിന് 1 ഇയർ ആക്കാം, അല്ലെങ്കിൽ 2 ഇയർ ആക്കാം. 2 ഇയർ ആണ് നമ്മളുടെ ഏറ്റവും വലിയ കോഴ്സ്. അതുപോലെ വെറും ഇന്ത്യൻ മാത്രമാണോ അല്ല അവര് വെസ്റ്റേണും നമ്മുടെ പറ്റിയ വേറെ എല്ലാ ടൈപ്പ്? ഇല്ല, എല്ലാവിധ ഡിസൈനിങ് എന്ന് പറയുന്നത് അതാണ്. ഏത് ഡിസൈനും നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാത്തിനും കിട്ടേണ്ടത് ഏറ്റവും നല്ല ബേസ്മെന്റ് ആയിരിക്കണം. ബേസ്മെന്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ എന്തും ചെയ്യാൻ പറ്റൂ. നമ്മളുടെ പഠനം തുടക്കം എവിടെയായിരിക്കണം, അത് എത്ര നന്നായിരിക്കണം എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളതെല്ലാം വരിക. അപ്പൊ നമ്മളുടെ സുരയ്യാസ് ആർട്ടിസ്ട്രിയിൽ ഈ തുടക്കം മാത്രം മതിയെന്നാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ധാരാളമാണ്. പിന്നെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം നമ്മൾ കൂടുതൽ കോഴ്സുകൾ വച്ചിട്ടുണ്ട്. ബ്രൈഡൽ വരെ നമുക്ക് ചെയ്യാം. അതുപോലെ ബർത്ത്ഡേ ഫ്രോക്ക് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പം ആഹാ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് തുന്നി എടുക്കുമ്പോൾ എത്ര രസമായിരിക്കും. അത് ശരിയാണ്, ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അത് കാണുമ്പോൾ തന്നെ, കുട്ടികൾ ഇട്ട് നടക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു ജേണി. ഇതിൽ 100% സക്സസ് എന്നുള്ളത് ഭയങ്കര അഭിമാനത്തോടെ തന്നെ പറയാം. സക്സസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ടാവുമല്ലേ സ്റ്റുഡൻസിൽ? തീർച്ചയായിട്ടും ഒരുപാട് നല്ല വലിയ ബോട്ടിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പേര്. അത് നാട്ടിൽ മാത്രമല്ല, ഈ ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്റെ തട്ടകം UAE ആണല്ലോ, അപ്പൊ അതുകൊണ്ട്. പക്ഷെ ഇത് പറയുമ്പോ ഏതെല്ലാം രാജ്യത്ത് മലയാളി ഉണ്ടോ, ഇപ്പൊ മലയാളി ചന്ദ്രനിൽ പോയാലും കാണാമെന്ന് പറയുന്ന ഒരു ടോക്ക് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇസ്രായേൽ വരെ ഉണ്ട് വിദ്യാർത്ഥിനികൾ. അതെ, അത് UK, US അല്ലെങ്കിൽ മാലി, അങ്ങനെ സിംഗപ്പൂര്, എല്ലാ സ്ഥലത്തും എനിക്ക് ഇതെല്ലാം കോഴ്സസ് ഓൺലൈൻ തന്നെയാണ്. ഓൺലൈൻ തന്നെയാണ്. ഓൺലൈൻ വന്നതിന് ശേഷമാണ് ഈ ഒരു വൈഡ് റേഞ്ചിൽ വരുന്നത്. അത് ശരി. അപ്പൊ ഇനിഷ്യലി നമുക്ക് വന്നിട്ട് ഈ 6 മാസം ഓൺലൈനും പിന്നെ ലൈവ് ആണോ? കംപ്ലീറ്റ് കോഴ്സും ഓൺലൈൻ തന്നെ പഠിക്കാം. എല്ലാ കോഴ്സും ഓൺലൈൻ. ആദ്യം ഞാൻ ഇവിടെ ടൈമിങ്സ് ഒക്കെ എങ്ങനെയാ മാച്ച് ചെയ്യണത്? വർക്കിംഗ് വുമൻ ഒക്കെ കുറെ ഉണ്ട്. അത് നമുക്ക് ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു നിലയിൽ ഉള്ള ഒരു ആള് തൊട്ട് നമ്മുടെ വീട്ടമ്മമാരും വളരെ തിരക്കുള്ളവരാണല്ലോ, അവർക്കും ജോലി ധാരാളം ഉണ്ടല്ലോ വീട്ടിലെ, ഒരു ഹോം മാനേജ്മെന്റ്. അപ്പൊ ആർക്കും നമ്മൾ ടൈം റെസ്ട്രിക്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ടൈം നിങ്ങൾ എടുത്തോളൂ എന്നാണ് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ നിൽക്കുന്നത്. അത് ശരി. ഓക്കെ.
അപ്പം എല്ലാം ടൈമൊക്കെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണ്. അത് ശരി. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്ത്രീ കൂട്ടായ്മ പോലെയാണ് ഞങ്ങളുടെ സുരയ്യാസ് ആർട്ടിസ്ട്രി. അതില് പഠനം, നമ്മളിപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗദർ ഉണ്ടാക്കും. ശരി. അതായത് സ്ത്രീകൾക്ക് ഞാനത് ചേച്ചിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. അവിടെ ഈ വരുന്ന എല്ലാ സ്റ്റുഡൻസും അവരെന്നെ തുന്നി അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഗെറ്റ് ടുഗദറിന് വരുന്നവരെല്ലാവരും ഒരു പുതിയ ഉടുപ്പ് തുന്നി ഇട്ട് വരിക. അത് എന്ത് എന്ത് പാറ്റേൺ ആയാലും കുഴപ്പമില്ല. അപ്പോ കാര്യങ്ങൾ രണ്ടെണ്ണം അതിൽ കിട്ടും. ഒന്നെന്ന് പറയുന്നത് അവര് വരുമ്പോ വീണ്ടും തയ്യലിലേക്ക് പോയി അല്ലെങ്കിൽ പുതിയ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും, എന്നെ കാണിക്കാമെന്നുള്ള ഒരു സന്തോഷം ബാക്കി സ്റ്റുഡൻസിനും കാണിച്ചാൽ അവരുടെ അടുത്തും കൂടെ തീർച്ചയായിട്ടും ഇത് കിട്ടുമ്പം ഒരു. ചേച്ചി നന്നായിട്ട് സംസാരിക്കണ്ടല്ലോ, എഴുതോ? എഴുതാറുണ്ട്. FB-ലൊക്കെ എഴുതുന്നത് നന്നാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇനിയിപ്പോ സ്മിതയുടെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടായാൽ ഈ വർഷം ബുക്ക് എഴുതുന്നുണ്ട്. അത് ശരി. അപ്പം ഈ കൊല്ലത്തെ ബുക്ക് ഫെയറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചേച്ചിയുടെ ബുക്ക് റിലീസ്. അപ്പം ഷുവറായിട്ടും നമ്മളെ എല്ലാവരെയും അറിയിക്കണം ഈ ബുക്ക് റിലീസിന്റെ സമയത്ത്. നമ്മളെല്ലാവരും അവിടെ എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും പറയും. ചേച്ചി, ഞാൻ ചേച്ചിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പും അതിന് കുറച്ച് ദിവസങ്ങളായിട്ടും. അപ്പം അതിൽ കാണുന്നത് ചേച്ചിയുടെ സ്റ്റുഡൻസ് എല്ലാം വന്നിട്ട് ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ ഈ ഒരു സുരയ്യ ആർട്ടിസ്ട്രിയുടെ ഒരു കോഴ്സിനെ പറ്റി പറയണത്, അവർ ആ എക്സ്പീരിയൻസിനെ പറ്റി പറയണത്. എങ്ങനെയാണ് അവർക്ക് ഇത്രയും ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസും ഒരു സക്സസ് സ്റ്റോറിയും ചേച്ചീനെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയത്? അത് സുരയ്യാസ് ആർട്ടിസ്ട്രിയിലെ ഒരു സ്റ്റുഡന്റ് ചേർന്നു. അവർ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നില്ല. നമുക്ക് കോഴ്സിനാണ് കാലാവധി ഉള്ളത്, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കാലാവധി ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്? തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് നമുക്ക് FB-ലല്ലാതെ നമ്മളുടെ സ്വന്തം വീട് പോലെ തന്നെ ഗ്രൂപ്പുകള് നമ്മുടെ വാട്സപ്പിനകത്തുണ്ട്. അതുവഴി എപ്പോ വേണമെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. അതല്ല എങ്കിൽ എന്തെങ്കിലും അവർക്കുള്ള കാര്യങ്ങൾ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാനും അത് എനിക്ക് വീണ്ടും വീണ്ടും സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോഗ്രാം ആണ് നമുക്ക്. അതെ അതെ, നമ്മളത് എൻഡിങ് ഒന്നും ഇല്ല. നമുക്ക് ചേർന്ന് കഴിയാം. അതിന് 6 മാസമാണെന്ന് പറഞ്ഞ് ചേർന്നാലും 2 years ആണെങ്കിലും ഒന്നും നമുക്കൊരു എൻഡ് ചെയ്യുന്നില്ല. നമ്മൾ അവരെ കൂടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ചേച്ചി, ഇപ്പൊ ഈ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ശേഷം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസോ അല്ല നമുക്ക് ബിസിനസ് സെറ്റപ്പിനൊക്കെ പോകണമെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഈ കോഴ്സിന്, അതായത് ഫാഷൻ ഡിസൈനിങ് പോലുള്ള ഒരു കോഴ്സിന് നമുക്ക് ഒരാളിന്റെയും അണ്ടറിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ആ കോൺഫിഡൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പഠിച്ചു, നിങ്ങൾക്കൊരു ജോബ് വേണം എന്ന് തോന്നിയാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെറിയ എക്സ്പെൻസിൽ ഒരു നല്ല ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എങ്ങും അന്വേഷിച്ച് പോകേണ്ടതില്ല, നമുക്ക് തന്നെ ചെയ്യാം. അത് ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറയാറുണ്ട്, ഏത് നാട്ടിലാണെങ്കിലും കേരളത്തിൽ ഇപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സ്റ്റുഡൻസ് ഉണ്ട്. രാജസ്ഥാനിൽ നിന്ന് വരെ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോ നിങ്ങൾ എവിടെ വേണം ചോദിച്ചോളൂ, പറഞ്ഞോളൂ, ഞാൻ വേണമെങ്കിൽ വന്നു തന്നെ എല്ലാം ചെയ്തു തരാം എന്നാണ് ഞാൻ സാധാരണ അവരോട് പറയാറ്. പിന്നെ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നും ഈ പണി ചെയ്യാം, എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ സുരയ്യാസ് ആർട്ടിസ്ട്രിയിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് തയ്ച്ചു കൊടുക്കുന്ന ഡ്രസ്സ് പിന്നെയും ആ ആള് നമ്മളെ തേടി വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇപ്പൊ ഇവിടെ തന്നെ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. ഷോപ്സ് റൺ ചെയ്തുകൊണ്ടും വീട്ടിലിരുന്നു കൊണ്ടും നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന സ്റ്റുഡൻസ് സുരയ്യാസ് ആർട്ടിസ്റ്റിക് ഉണ്ട്. ഇപ്പം ഇപ്പൊ ചേച്ചിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്? ചേച്ചി ടെലിഫോണിലാണോ അല്ല സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലാണോ? എങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് ഇടുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അതിൽ കൊടുക്കാറുണ്ട്. അത് വാട്സപ്പായിട്ടും കോളായിട്ടുള്ള ഫോൺ നമ്പറുകൾ നമ്മൾ അതിൽ കൊടുക്കാറുണ്ട്. അപ്പൊ വാട്സപ്പ് ഇത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാൻ പറ്റും, A to Z. കാരണം നമ്മൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അവരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഒരു നാളിൽ പെട്ടെന്ന് വന്ന് അപ്പം തന്നെ അഡ്മിഷൻ എടുക്കുന്ന ഒരു പരിപാടി സുരയ്യാസ് ആർട്ടിസ്ട്രിയിൽ ഇല്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ പേരും പറയും എനിക്ക് ഒരു നൂല് സൂചിയിൽ കോർക്കാൻ പോലും കഴിയില്ല എന്ന്. അത് തന്നെയാണ്
അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. നിങ്ങൾ സൂചിയിൽ ഒരു നൂല് കോർക്കാൻ കൂടി കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് 100% 1.5 മാസം കഴിയുമ്പോൾ നിങ്ങൾ തുന്നിയ ഡ്രസ്സ് നിങ്ങളെ കൊണ്ട് ഇടിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ്. അപ്പോൾ മെസ്സഞ്ചറിൽ കൂടിയോ വാട്സപ്പിൽ കൂടിയോ ഏതൊരു വിധത്തിൽ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിലും അറിഞ്ഞ ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാനാണ് ഞാനും പറയുക. താങ്ക് യു ചേച്ചി. ഇത്രയും നേരം നമ്മളുടെ അടുത്ത് ഇവിടെ വന്നിരുന്നിട്ട് ഇത്രയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാനും ഒരുപാട് സന്തോഷത്തോടെ അറിയിക്കട്ടെ സ്മിത, നല്ല ഒരു വർത്തമാനമായിരുന്നു. ഒരു ഇന്റർവ്യൂ ആണെന്നുള്ള തോന്നലൊന്നും ഇല്ലായിരുന്നു. അല്ല, എനിക്കും അങ്ങനെയാ തോന്നിയ ചേച്ചി. ഒരുപാട് കൊല്ലത്തെ ഒരു പരിചയം പോലെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും കണ്ടതിലും പരിചയപ്പെട്ടതിലും എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു ചേച്ചി.